സമ്പൽ സുപ്രീം കോടതി ഇടപെടലിലേക്ക് നിരന്തരം കാര്യങ്ങൾ കടന്നു പോവുകയാണ്. ഇത്തവണയും അത് ആവർത്തിക്കുകയാണ്. എന്താണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഇടപെടലിലേക്ക് നയിച്ച കാര്യങ്ങളെന്ന് ന്യൂസ് മലയാളം വിശദമായി ചർച്ച ചെയ്യുന്നു. വി.എസ്. സനോജ് നമ്മളോടൊപ്പം ചേരും. അതായത് സമ്പലിൽ വലിയ രീതിയിലുള്ള കുറേ നാളുകളായി വലിയ രീതിയിലുള്ള വർഗീയ പ്രശ്നം നിലനിൽക്കുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അയോധ്യ മോഡലിൽ രാമക്ഷേത്രം, നേരത്തെ നമുക്കറിയാം ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് രാമക്ഷേത്രം ഉണ്ടാവുകയും ആ രീതിയിലേക്കുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തതിന് ശേഷം അതിൻ്റെ സമാനമായ മാതൃകയിൽ വാരാണസിയിൽ ഗ്യാൻവാബിയുമായി ബന്ധപ്പെട്ട് അവിടെയും ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പള്ളി തർക്കം നിലനിന്നിരുന്നു. അതിനുശേഷം മധുര ഷാഹി ഈദ്ഗാഹുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള തർക്കം നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ആണ് സമ്പലിൽ മറ്റൊരു പുതിയ ആരോപണം അല്ലെങ്കിൽ പുതിയൊരു പരാതി ഉന്നയിക്കപ്പെടുന്നത്. പണ്ടുണ്ടായിരുന്ന ഒരു ഹരിഹർ ടെമ്പിൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം അതിനുശേഷം ഉള്ള ഒരു അധിനിവേശത്തിൻ്റെ ഭാഗമായി മുഗൾ സാമ്രാജ്യം ഭരണാധികാരികളുടെ ബാബറിൻ്റെ കാലത്ത് 1526 ആ ക്ഷേത്രം തകർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും അതിനെ തുടർന്ന് പള്ളി ഉണ്ടായി എന്നുള്ള ഒരു ആരോപണവുമായിട്ട് നേരത്തെ തന്നെ സമ്പൽ മേഖലയിൽ ചില ഹിന്ദു തീവ്ര സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായതിനു ശേഷം UP-യിൽ 2017 ശേഷം ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ അത്തരത്തിലുള്ള പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ ഏറ്റവും അവസാനത്തിലാണ് ഇപ്പോൾ സമ്പലിൽ ഒരു ആരോപണം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് അവർ സമ്പൽ കോടതിയിൽ സുപ്രീം കോടതിയിലൊക്കെ കേസുകൾ നടത്തുന്ന VHP ബന്ധമുള്ള വിഷ്ണു ശങ്കർ ജെയിൻ എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള ഒരു സംഘം കോടതിയിലേക്ക് വരുന്നു. അവർ സമ്പൽ കോടതിയിൽ ആദ്യം ഒരു ഹർജി നൽകുന്നു. ഈ ക്ഷേത്രം നിലനിന്നിരുന്ന ക്ഷേത്രം തകർക്കപ്പെട്ടതിന് ശേഷം വന്ന പള്ളിയാണ്. അതുകൊണ്ട് ഈ പ്രദേശത്ത് സർവേ നടപടികൾ നടത്തി ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തണം എന്നുള്ള തരത്തിലുള്ളൊരു ഹർജിയാണ് സമ്പൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വരുന്നത്. അതിനെ തുടർന്ന് ഇത് പരിഗണിച്ച കോടതി സമ്പലിൽ ഈ പറയുന്ന ഷാഹി ജമാ മസ്ജിദിൽ സർവേ നടപടികൾക്കായി ഒരു ഉത്തരവിടുന്നു. ഈ ഉത്തരവിടുന്നതിൻ്റെ ഭാഗമായി ടെമ്പിളിനോട് ചേർന്നുള്ള ആ പ്രിമൈസിൽ, ടെമ്പിൾ ആരോപിക്കപ്പെടുന്ന ഈ സ്ഥലം എന്ന് പറയുന്ന ഈ മസ്ജിദിനോട് ചേർന്നുള്ള പ്രിമൈസിൽ സർവേ നടത്താൻ വേണ്ടി ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ, അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഒരു സമിതിയെ രൂപീകരിക്കുകയും അവർ അവിടേക്ക് സർവേക്കുമായി വരികയും ചെയ്യുന്നു. ഈ സർവേ അതായത് ഈ പറയുന്ന നവംബറിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ സമയത്ത് രണ്ടാം സർവേക്ക് വരുമ്പോൾ പോലീസിൻ്റെ കൂടെ സഹായത്തോടു കൂടി അവിടെ സർവേ നടക്കുകയും ഈ നടപടികളെ അവിടുത്തെ പ്രദേശവാസികളും പ്രത്യേകിച്ച് അവിടെ പള്ളിയിൽ ആരാധന നടത്തിയിരുന്ന വിഭാഗം അവരെല്ലാം ചേർന്ന് തടയുന്ന സാഹചര്യം ഉണ്ടാകുകയും അവിടെ വെടിവെപ്പ് ഉണ്ടാകുന്നു. 5 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് വീണ്ടും ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. നിരവധി ഇത്തരത്തിലുള്ള സംഗതികൾ കേൾക്കുകയും ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള എല്ലാ സർവേ നടപടികളും നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വീണ്ടും സമ്പൽ ജില്ലാ മജിസ്ട്രേറ്റ് അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ കൂടുതൽ സർവേ നടപടികൾ തുടരുന്ന സാഹചര്യമുണ്ടായി. മറ്റൊന്ന്, ഉത്തർപ്രദേശ് സർക്കാർ 1978 സമ്പലിൽ നടന്ന കലാപത്തെക്കുറിച്ചുള്ള ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിടുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് വീണ്ടും മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പരാതിയുമായി ചെല്ലുന്നത്. ആ പള്ളി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മതിലിനോട് ചേർന്നുള്ള കിണറിൻ്റെ സമീപത്ത് പൂജ നടത്തുന്ന സാഹചര്യം വലിയ രീതിയിലുള്ള സംഘർഷത്തിനിടയാക്കും എന്നവർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അത് പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി തൽക്കാലത്തേക്ക് ഇത് നിർത്തിവെക്കണം, ഈ രീതിയിലുള്ള ഒരു നടപടിയും അവിടെ സാധ്യമല്ല എന്ന തരത്തിലേക്ക് ഇന്ന് സുപ്രീം കോടതി പറയുന്നു. വി.എസ്. സനോജ്, മറ്റൊരു കാര്യം, ഈ സംഘർഷഭൂമിയെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഉത്തർപ്രദേശിലെ സമ്പൽ. രാജ്യത്തെ പരമോന്നത കോടതിയുടെ ഉത്തരവുകളും നിർദ്ദേശങ്ങളും ഒക്കെ ഒരു വശത്തുണ്ട്. പ്രാദേശിക ഭരണകൂടത്തിനൊപ്പം ജില്ലാ ഭരണകൂടത്തിൻ്റെ മറ്റൊരു നിലപാടുകളും മറുവശത്തുമുണ്ട്. സ്ഥിതിഗതികൾ സങ്കീർണമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഒരുപക്ഷെ നേരത്തെ നമുക്ക് മുമ്പിൽ ബാബറി മസ്ജിദ് പോലുള്ള സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇത് സങ്കീർണമാവുകയാണ് ഈ സാഹചര്യം.
അതായത് നവംബർ 19-നും നവംബർ 26-നും ഉണ്ടായ സംഭവവികാസങ്ങളെ തുടർന്ന് ആ മേഖലയിലുണ്ടായ സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി വീണ്ടും ഇടപെട്ടത്. ഒപ്പം തന്നെ അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റും അതുപോലെ തന്നെ SP-യും അടക്കമുള്ളവർ ആ സമീപ പ്രദേശങ്ങളിൽ സർവേ നടപടികൾ നടത്തുകയും മറ്റൊരു പൂട്ടിക്കിടന്ന ഒരു മേഖലയിൽ പൂട്ടിക്കിടന്ന ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലുള്ള ഒരു ക്ഷേത്രം കണ്ടെത്തിയതായി ആ രീതിയിൽ അവിടുത്തെ വിശ്വാസികൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. 1980-കൾ വരെ അവർ ആരാധന നടത്തിയിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രദേശത്തേക്ക് പിന്നീട് പൂജയ്ക്കായി തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നടപടികളെല്ലാം തന്നെ അവിടെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും എന്നാൽ സമ്പലിൽ ഈ പറയുന്ന ഈ പള്ളിയുടെ പ്രിമൈസിന്റെ ഭാഗമായിട്ടുള്ള, അതായത് ഇതിന്റെ അതിർത്തിയോട് ചേർന്നുള്ള കിണറാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ വിഷ്ണു ശങ്കർ ജെയിൻ വാദിച്ചത് പള്ളിയുടെ ആരാധന നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലല്ല ഞങ്ങൾ വിശ്വാസവുമായിട്ട് അല്ലെങ്കിൽ പൂജയ്ക്ക് പോകുന്നത് എന്നായിരുന്നെങ്കിൽ തിരിച്ച് പള്ളി കമ്മിറ്റിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് ആരാധന നടത്തുന്ന മതിലിനോട് ചേർന്നാണ് ഈ കിണറുള്ളത്. ഈ കിണറിൻ്റെ സമീപത്ത് ധാരാളം ഹിന്ദു മതവിശ്വാസികൾ വന്ന് പൂജ നടത്തുന്നത് വലിയ തരത്തിലുള്ള വീണ്ടും സംഘർഷത്തിന് ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതായിരുന്നു. അതിന് വളരെ കൃത്യമായി തന്നെ ഇത് പെർമിറ്റ് ചെയ്യാൻ കഴിയില്ല, വി ആർ നോട്ട് പെർമിറ്റിംഗ് ദാറ്റ് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അദ്ദേഹം സഞ്ജീവ് ഖന്നയും ഒപ്പം തന്നെ ജസ്റ്റിസ് സഞ്ജയ് കുമാർ ഉൾപ്പെട്ട ബെഞ്ച് ഈ കാര്യങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ഉടനെ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണം. എന്തായാലും ഫെബ്രുവരി 22 വരെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് സമ്പലിലെ സാഹചര്യം നിലനിൽക്കുന്നത്. പക്ഷേ കുറച്ചു നാളായി അവിടെ സാധാരണഗതിയിലേക്ക് സാഹചര്യം മാറിയിട്ടുണ്ട്. പക്ഷേ സർവേ നടപടികൾ വലിയ തോതിലുള്ള വർഗീയ സംഘർഷത്തിന് ഇടയാക്കുമെന്നുള്ളൊരു ആശങ്കയാണ് കോടതിയിൽ ഇതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞത്. ഒരു കാര്യം കൂടി, അതായത് ഓരോ ദിവസവും പുതിയ വിവാദങ്ങൾ ഉണ്ടാവുകയാണ്, പുതിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ പഴയ സമ്പൽ കലാപത്തെക്കുറിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ ഇതൊരു തുടർക്കഥയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. സംഘർഷങ്ങൾ ശക്തമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനത്തിൻ്റെ വഴിയിലേക്ക് കുറച്ചുകൂടി എത്തണമെന്നുള്ളൊരു രീതിയിലേക്ക് അല്ലാതെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ? അതാണ് ഏറ്റവും പുതിയ നീക്കം എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ 1978-ലെ സമ്പൽ കലാപ കേസിൻ്റെ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസമാണ് വന്നത്. അതിൽ 7 ദിവസത്തിനുള്ളിൽ ജില്ലാ ഭരണകൂടം റിപ്പോർട്ട് സമർപ്പിക്കണം. അതായത് മൊറാദാബാദ് ജില്ലയുടെ ഭാഗമായിരുന്നു നേരത്തെ സമ്പൽ. 46 വർഷം മുമ്പ് നടന്ന ഈ പറയുന്ന ആ മേഖലയിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചൊക്കെ വലിയ വിവാദങ്ങൾ സംഭവിക്കുകയാണ്. ഇത് പിന്നീട് എന്തുകൊണ്ട് ആ മേഖലയിൽ കൂടുതൽ അവർ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിൻ്റെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന മേഖലയാണ്. അതുമായി ബന്ധപ്പെട്ട് ഹിന്ദു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തന്നെ 20 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കൽക്കി ടെമ്പിൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നരേന്ദ്രമോദി അതിൻ്റെ ചടങ്ങുകൾ നിർവഹിച്ചത്. ഈ മേഖലയെ എല്ലാം തന്നെ ഹിന്ദു മതവിശ്വാസത്തിൻ്റെ പരിധിയിൽ വരുന്ന പഴയ അവരുടെ ഒരു സ്പിരിച്വൽ ഹെറിറ്റേജിൻ്റെ ഭാഗമാണ് എന്ന് അക്കാര്യം ഉന്നയിക്കപ്പെടുകയും യോഗി സർക്കാർ ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി വരുന്ന ഒരു പ്രദേശത്ത് കൂടുതൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുന്ന എന്നുള്ളതിൻ്റെ വലിയ വിവാദങ്ങളും വിമർശനങ്ങളും നിൽക്കുമ്പോഴാണ് 1978-ലെ സമ്പൽ കലാപം വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിടുന്നത്. കാരണം ഈ കേസിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2010-ൽ 48 പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. ഈ കേസിൻ്റെ പുനരന്വേഷണം നടക്കുന്നു. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസും ഇതെല്ലാം നിലനിൽക്കുമ്പോൾ RSSൻ്റെ അധ്യക്ഷനായിട്ടുള്ള മോഹൻ ഭാഗവത് ഇത്തരം അയോധ്യ മാതൃകയിൽ ക്ഷേത്ര ചരിത്രം തേടിപ്പോകുന്ന ഒരു സാഹചര്യം അതിനെ ഈ രീതിയിൽ കണ്ടെത്തുന്ന രീതിയിൽ വലിയ സംഘർഷത്തിനിടയാക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോകരുത് എന്നുള്ള ഒരു മറുവാദം കൂടെ RSS നേതാവ് ഉൾപ്പെടെ ഉന്നയിച്ച സമയത്ത് തന്നെയാണ് ഇത്തരം നടപടികളുമായി സമ്പൽ ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അവസാനമാണ് ഇപ്പോൾ നിലവിൽ ഇന്ന് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കുന്ന ഒരു ഉത്തരവ് അല്ലെങ്കിൽ തൽക്കാലത്തേക്കുള്ളൊരു ഓർഡർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഗൗതം, തീർച്ചയായിട്ടും എന്തായാലും സമ്പലിൽ ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിലും കോടതി ഇടപെടലുണ്ടാകും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ഘട്ടം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അത്തരം വലിയ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംയുക്തമായ ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. അതിന് കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏത് രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നത്? വരും ദിവസങ്ങളിൽ അത്തരം വാർത്തകൾ അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾ, ആശ്വാസകരമായ വാർത്തകൾ സമ്പലിൽ നിന്നും പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ വാർത്തകളും നമ്മൾ കാത്തിരിക്കുകയാണ്.